ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ, അതായത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൻ്റെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു, 2 പ്രോബ്ലംസ് ആയിരുന്നു ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് വിസ്കോസിറ്റിയാണ്. ഓക്കെ, വിസ്കോസിറ്റി ഓഫ് എ ഫ്ലൂയിഡ്. വിസ്കോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. മ്യൂ എന്നാണ് പറയുക കേട്ടോ. മ്യൂ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. സിമ്പിളായിട്ടൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയും. അതായത് നമ്മൾ വെള്ളം ഒഴുകുന്നുണ്ട് അല്ലേ, വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം ഒഴുകുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ജനറേറ്റ് ആവുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞ് ആ ഒഴുക്കിനെ എതിരെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫോഴ്സ് ജനറേറ്റ് ആവുകയാണ്. അതിനെയാണ് എന്ത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിസ്കോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ഫ്ലൂയിഡ് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അനദർ അഡ്ജസ്റ്റൻറ്റ് ലെയർ ഓഫ് ദ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതായത് വെള്ളം ഒഴുകുമ്പോൾ ആ ഒഴുകുന്നതിൻ്റെ ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അത് ഫ്ലൂയിഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. അതിനെയാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഡെഫിനിഷനിൽ പറഞ്ഞതിനെ വെച്ച് നോക്കുമ്പോൾ ഓഫർ റെസിസ്റ്റൻസ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് വൺ ലെയർ ഓഫ് ഫ്ലൂയിഡ് ഓവർ അനദർ അഡ്ജസൻറ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ വെള്ളം ഒഴുകുമ്പോൾ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യാണ് അല്ലേ, ഒഴുകുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് ഇമാജിൻ ഇതൊരു സോളിഡ് ബൗണ്ടറി ആണെന്ന് ഇമാജിൻ ചെയ്യുക. അതിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ സോളിഡ് ബൗണ്ടറിയുടെ മേലെ കൂടെ വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങനെയാണ് ഒഴുകുന്നത്. ഇതെല്ലാം വാട്ടറാണെന്ന് ഇമാജിൻ ചെയ്യണേ. അതായത് ഇപ്പോൾ ഇത് ഈ സെർട്ടൈൻ ഹൈറ്റ്, ഈ ഒരു ഹൈറ്റിലാണ് വാട്ടർ ഇതിലൂടെ ഫ്ലോ ചെയ്യണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട്. അതൊക്കെ എന്താണ്, ലെയേഴ്സാണ്. ലെയർ ബൈ ലെയർ ആയിട്ടാണ് എന്ത്, ഫ്ലൂയിഡ് ഒഴുകിടുന്നതാണ് പറയുന്നത്, ഫ്ലോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും ബോട്ടം ലെയറാണ്. ഇത് റെഡ് ലൈനിൽ ഞാൻ വരച്ചത് ഒരു സോളിഡ് ബൗണ്ടറി ആണെന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നമ്മൾ ഫ്ലോറോ ഒഴുകണ അല്ലെങ്കിൽ മണ്ണോ എന്ത് വേണമെങ്കിലും ഇമാജിൻ ചെയ്യാം. ഇതിൽ ഈ താഴെയുള്ള ലെയർ ഒരു നീല കളറിൽ വരച്ചിട്ടില്ലേ, അത് ഏറ്റവും നമ്മുടെ സോളിഡ് ബൗണ്ടറി ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം, വാട്ടർ കോണ്ടാക്റ്റിൽ നിൽക്കുന്നതാണ്. ആ സോളിഡ് ബൗണ്ടറിയിൽ ഒരു സെർട്ടൈൻ ഹൈറ്റിൽ വാട്ടർ ഉണ്ടാവുമല്ലോ അല്ലേ, വെള്ളം ഒഴുകുമുണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ്, ഇത് ഏറ്റവും സോളിഡ് ബൗണ്ടറി ആയിട്ടുള്ളത് ബോട്ടം ലെയർ എന്ന് പറയും. ആ ബോട്ടം ലെയറിൻ്റെ തൊട്ട് മേലെയുള്ള തിക്കിലുള്ള വെള്ളം അതും ഒരു ലെയറാണ്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് വാട്ടർ എന്ത് ചെയ്യണത്, മൂവ് ചെയ്യണമെന്നാണ് പറയണത്. ക്ലിയർ? അപ്പോൾ ഈ ഏറ്റവും താഴെ ഇത് സോളിഡ് ബൗണ്ടറിയിലൂടെ ഈ വെള്ളം ഒഴുകുമ്പോൾ ഈ വെള്ളം ഈ ഏറ്റവും ബോട്ടത്തിലുള്ള ഈ റെഡ് ലൈനിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ ലൈൻ, ഈ റെഡ് ലൈനായിട്ടാണ് കോണ്ടാക്റ്റ് ഉള്ളത്. റെഡ് എന്ന് പറയുന്നത് നമ്മൾ സോളിഡ് സർഫസ് ആണ്. സോളിഡ് അവിടെ സ്റ്റില്ലായിട്ടിരിക്കുകയാണ്. ആ സോളിഡ് സർഫസ് ഈ ലെയറിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും അല്ലേ. ഈ ഒഴുക്കിനെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ അനുവദിക്കില്ല. കാരണം അതവിടെ നിൽക്കുമ്പോൾ അതിനൊന്ന് തടഞ്ഞു നിർത്തും. അപ്പോൾ ആ തടഞ്ഞു നിർത്തുന്ന ആ റെസിസ്റ്റൻസ് ഈ ലെയറിന് കിട്ടും. ഈ ലെയറിൻ്റെ തൊട്ട് മേലെയുള്ള ലെയറിന്, അതായത് ഈ ലെയറിന് ആ റെസിസ്റ്റൻസ് കൊടുക്കും അല്ലേ. അപ്പോൾ തടസ്സം കിട്ടും. അങ്ങനെ ഈ ലെയേഴ്സ് തമ്മിൽ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയണത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ സിമ്പിളായിട്ട് എന്ത് പറയും, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ജനറലി നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, റെസിസ്റ്റൻസ് ടു ഫ്ലോ എന്ന് പറയും. ഫ്ലോ ചെയ്യണമെങ്കിൽ ആ ഫ്ലോനെ റെസിസ്റ്റ് ചെയ്യുക, തടഞ്ഞു നിർത്തുകയാണ്, ആ ഫ്ലോൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക. അതാണ് എന്ത്, വിസ്കോസിറ്റി എന്ന് പറയും. ബട്ട് അതിൻ്റെ ഫിസിക്കൽ കോൺസെപ്റ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴുകുണ്ടെങ്കിൽ വെള്ളത്തിന് ഇങ്ങനെയാണ്, വെള്ളം സെർട്ടൈൻ ഹൈറ്റ്, ഒരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വെള്ളം, ആ തിക്നെസ്സിലാണ് ഒഴുകണമെങ്കിൽ ആ വെള്ളം ആ 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ വെള്ളങ്ങളും അങ്ങനെ ലെയർ ബൈ ലെയറായിട്ടായിരിക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും ബോട്ടം ലെയർ അതിൻ്റെ മേലെയുള്ള ലെയറിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ മേലെയുള്ള ലെയർ
അതിൻ്റെ മേലെയുള്ള ഒരു ഫ്ലൂയിഡ് ലെയറിന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Viscosity is defined as the property of a fluid which offers resistance to the movement of one layer of fluid over another adjacent layer of the fluid. Movement of one layer of fluid over another adjacent. ഇതാണ്, ഇത് വൺ ലെയർ ആണ്, അതിൻ്റെ ഓവർ അനദർ ഇതാണ്. ഓക്കെ, അതിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അപ്പോൾ വിസ്കോസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ദ ഫ്ലൂയിഡ് ഓഫർ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഫ്ലോ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സോ അപ്പോൾ ഇതിനൊരു റിലേഷൻ എഴുതുന്നുണ്ട്, ഒരു ഇക്വേഷൻ എഴുതുന്നുണ്ട്. ആ ഇക്വേഷൻ ആണിത് മ്യൂ ഈക്വൽ ടു ടൗ ബൈ ഡി യു ബൈ ഡി വൈ, അതായത് വിസ്കോസിറ്റി റിലേഷൻ. ഈ റിലേഷൻ എങ്ങനെ വന്നു എന്നുള്ളത് പറയാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ആ സോളിഡ് ബൗണ്ടറി എന്തായാലും വേണം. ഇമാജിൻ ഇതൊരു സോളിഡ് ബൗണ്ടറി ആണെന്ന് ഇമാജിൻ ചെയ്യുക. ദെൻ ഞാനതിൽ ജസ്റ്റ് നമ്മൾ ഒരു പ്രൊഫൈൽ വരയ്ക്കുകയാണ്. ഓക്കെ, വെലോസിറ്റി പ്രൊഫൈലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ലെയർ ഓഫ് ഫ്ലൂയിഡ് എടുക്കുകയാണ്. വാട്ടർ ഫ്ലോ ചെയ്യാനുള്ള 2 ലെയർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. 2. ഓക്കെ, 2 ലെയർ എടുത്തു. ക്ലിയർ. അപ്പോൾ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അവർ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഈ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് y എന്ന് കൺസിഡർ ചെയ്യാം. y. ഓക്കെ ഓക്കെ, y ആണല്ലോ. വേർട്ടിക്കൽ ഡിസ്റ്റൻസ് വി ക്യാൻ കൺസിഡർ ആസ് y എന്ന് കൺസിഡർ ചെയ്യാം. ഇത് ഫസ്റ്റ് ലെയർ ആണ്, ഇത് ഫസ്റ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡ് ആണ്, ഇത് സെക്കൻഡ് ലെയർ ഓഫ് ഫ്ലൂയിഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഞാൻ u എന്ന് കൺസിഡർ ചെയ്യാണ്. u എന്നും. അപ്പോൾ ഈ സെക്കൻഡ് ലെയർ ഓഫ് വെലോസിറ്റിനെ എന്തെന്ന് കൺസിഡർ ചെയ്യുക? u, ഇവിടെ എഴുതാം, u പ്ലസ് ഡി യു എന്ന് കൺസിഡർ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് u പ്ലസ് ഡി യു എന്ന് കൺസിഡർ ചെയ്യണത്? കാരണം ഇത് u എന്ന് പറഞ്ഞ വെലോസിറ്റിയിലാണ് ഈ ലെയർ ഫ്ലോ ചെയ്യണതെങ്കിൽ ഇതിൻ്റെ ഓവറിലാണ് ഇത് പോണത്. അപ്പോൾ ഇത് രണ്ടും കോണ്ടാക്റ്റ് ഉണ്ട്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണത്. സോ ഈ മേലത്തെ ഈ ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. മനസ്സിലായില്ലേ? റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ യുവും ഇതിൻ്റെ വെലോസിറ്റി, ഇതിൻ്റെ ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കാണുക? ഇപ്പോൾ ഇത് യുവിൻ്റെ വെലോസിറ്റിയുടെ ലൈനാണ്, ഇത് നമ്മൾ സെക്കൻഡ് ലെയറിൻ്റെ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെ കിട്ടുക? ഇത് ഡി യു ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എന്താണ്? ഡി യു എന്ന് പറയാം. സോ ദാറ്റ്സ് വൈ ഇവിടെ യു പ്ലസ് ഡി യു എന്ന് എഴുതിയിട്ടുണ്ട്. യു പ്ലസ് ഡി യു ആയിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് ഡി യു ആണെന്നുള്ളത് കിട്ടി. ക്ലിയർ? അതേപോലെ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ രണ്ട് ഫ്ലൂയിഡ് ലെയർ ഉണ്ടല്ലോ, ഈ രണ്ട് ഫ്ലൂയിഡ് ലെയറും, 1 ലെയർ ആൻഡ് സെക്കൻഡ് ലെയർ, ഈ രണ്ട് ലെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക? ഡി വൈ എന്ന് കൺസിഡർ ചെയ്യും. ഡിസ്റ്റൻസ് അപ്പാർട്ട്. അതായത് ഈ രണ്ട് ലെയേഴ്സ് തമ്മിലുള്ള ഈ രണ്ട് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡി വൈ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഡയറക്ഷൻ വൈ ആണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് എന്തെന്ന് പറയുക? വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മൾ ഈ റിലേഷൻ എങ്ങനെ ഈ റിലേഷനിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഈ റിലേഷനിലേക്ക് എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ,
ബേസ്ഡ് ഓൺ ദിസ് പിക്ചർ നമ്മൾ എഴുതും ഷിയർ സ്ട്രെസ് ടൗ. ഷിയർ സ്ട്രെസ് എന്ന് പറയാം. ടൗ അതായത് ഈ സിമ്പിൾ ടൗ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണലാണ് എന്തിന്? ഡി യു ബൈ ഡി വൈക്ക്. ഡി യു ബൈ ഡി വൈക്ക്. ക്ലിയർ? നീറ്റാക്കി എഴുതാം. അതായത് ടൗ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു പ്രൊപ്പോർഷണലാണ്. ടൗ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ. ഓക്കെ, അത് ഞാൻ അവിടെ ആ ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഗ്രാഫ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഗ്രാഫ് പറഞ്ഞിരുന്നു. 1 ലെയർ 2 ലെയർ, ഈ ഡിസ്റ്റൻസ് ഡി യു ആണ്, ഇത് ഡി വൈ ആണ്. ഫ്ലോൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. റൈറ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്, ഷിയർ എന്ന് പറയുമ്പോൾ വെള്ളം ഒഴുകുകയാണ്, വെള്ളം ഏതാണ് ഒരു സോളിഡ് സർഫസിലൂടെ ഒഴുകുകയാണ്, അവിടെ ഒരു ഷിയറിങ് നടക്കുന്നുണ്ട്. ആ അവിടെ ഉണ്ടാവുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നത്? ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ഫ്ലൂയിഡ് ലെയേഴ്സിന് പ്രൊപ്പോർഷണലാണെന്നാണ് പറയുന്നത്. ക്ലിയർ? ആ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ റിലേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ടൗ പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ എന്ന് എഴുതി അല്ലേ? ആ പ്രൊപ്പോർഷണലിറ്റി നമുക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യുക? ടൗ ഈക്വൽ ടു എന്ന് എഴുതും. ആ പ്രൊപ്പോർഷണലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് എന്ത്? മ്യൂ. ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്താണ്? വിസ്കോസിറ്റിയാണ്. ഈ കോൺസ്റ്റൻറ്റ് മ്യൂവിനെയാണ് എന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി, അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ മ്യൂവിൻ്റെ ടേമിൽ എഴുതുമ്പോൾ എന്ത് എഴുതുക? മ്യൂ ഈക്വൽ ടു ടൗ ഡിവൈഡഡ് ബൈ ഡി യു ബൈ ഡി വൈ. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അതാണ് ടൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ആണ്. മ്യൂ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി, അല്ലെങ്കിൽ സിംപിളി വിസ്കോസിറ്റി എന്ന് പറയും. ഡി യു ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയും കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഇതിനുള്ള പേരാണ് റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയും. ഡി യു ബൈ ഡി വൈനെ റേറ്റ് ഓഫ് ഷിയർ ഡീഫോർമേഷൻ എന്ന് പറയും. അതും അല്ലെങ്കിൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയും. ഓക്കെ, ഗ്രേഡിയൻ്റ് എന്നാണ്. GRADIENT എന്നുണ്ട്. അതെനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്സായി പോയിരിക്കുകയാണ്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയും. അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെയും പറയാം, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് വെലോസിറ്റി, അല്ലെങ്കിൽ സിംപ്ലി വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നൊക്കെ പറയും. ക്ലിയർ? ഇപ്പോൾ ഇത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിസ്കോസിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഒന്ന് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആണ്. യൂണിറ്റ് എങ്ങനെ ഡെറൈവ് ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മളുടെ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. കാരണം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഷിയർ സ്ട്രെസ്സിൻ്റെ റിലേഷൻ എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതേപോലെ ഡി യു എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ചെയ്താൽ ഡി വൈ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ആണ്. അതെന്താണ്? അതിൻ്റെ ഡയമെൻഷൻ. ആ ഡയമെൻഷൻസ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് ആണ് നമുക്ക് എന്ത്? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളത് SI യൂണിറ്റിൽ. ഇനി CGS സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ പോയ്സ് എന്നാണ് പറയുക. വിസ്കോസിറ്റിയുടെ യൂണിറ്റിനെ CGSൽ, അതായത് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡിൽ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ പോയ്സ് എന്നാണ് പറയുക. അങ്ങനെ പോയ്സിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ന്യൂട്ടൺ സെക്കൻഡ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇങ്ങനെയാണ്, 1/10 ചെയ്താൽ മതി. അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഐ ഹോപ്പ് വിസ്കോസിറ്റി എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? കൈനമാറ്റിക് വിസ്കോസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ന്യൂ എന്നാണ് പറയുക.
ന്യൂ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ന്യൂ, NU, ന്യൂ. ഇതാണ് എക്സാക്ട് സിമ്പിൾ. ഇത് കാണുമ്പോൾ നിങ്ങൾ വി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്, ന്യൂ എന്നാണ് പറയുക. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: റേഷ്യോ ഓഫ് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഇറ്റ്സ് മാസ് ഡെൻസിറ്റി. അതായത് ഒന്നുമില്ല, ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത വിസ്കോസിറ്റി, സിംപ്ലി വിസ്കോസിറ്റി, മ്യൂ ഡിവൈഡഡ് ബൈ മാസ് ഡെൻസിറ്റി എന്നാണ്. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാധാരണ ഡെൻസിറ്റി. വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന്. സോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. ക്ലിയർ? ഇപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ ഈക്വൽ ടു വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി. വിസ്കോസിറ്റി എന്താണ്? മ്യൂ ആണ്, ഡെൻസിറ്റി റോ ആണ്. സോ മ്യൂ ബൈ റോ ആണ്. ക്ലിയർ? ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഇപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിൻ്റെ യൂണിറ്റ് വേണം. കൈനമാറ്റിക് വിസ്കോസിറ്റിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, SI സിസ്റ്റത്തിൽ. ഇനി CJ സിസ്റ്റത്തിലാവുമ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും കേട്ടോ. സ്റ്റോക്ക്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്കിലാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കണമെങ്കിൽ 1 സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിന് ഈക്വലാണ്. അതിന് നമുക്ക് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? 10⁻⁻⁴ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. ക്ലിയർ? ഈ കൺവേർഷൻസ് ഒക്കെ നന്നായിട്ട് ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മളുടെ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഈ കൺവേർഷൻ അറിഞ്ഞില്ലെങ്കിൽ ഫുള്ളായിട്ട് അങ്ങോട്ട് തെറ്റിപ്പോവും, മാർക്കും കിട്ടില്ല. സോ അതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് ഇപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോൾ 10⁻⁻⁴ എങ്ങനെയാണ് വന്നതെന്ന് ഡൗട്ട് ഉണ്ടാവുമോ? അതെങ്ങനെ ഉണ്ടാവുക? സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? 10⁻⁻² ആണ് ചെയ്യുക. ഇവിടെ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, അപ്പോൾ ഈ 10⁻⁻² എന്താണ്? സ്ക്വയർ ചെയ്യും. 10⁻⁻² സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും? 10⁻⁻⁴ ആവും. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി അടുത്തതിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ വിസ്കോസിറ്റി എന്താണെന്ന് നോക്കി, കൈനമാറ്റിക് വിസ്കോസിറ്റി എന്താണെന്ന് നോക്കി. നെക്സ്റ്റ് വി ക്യാൻ സി ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ലോ ആണ്, അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതാണ്: ഷിയർ സ്ട്രെസ്. നമ്മൾ പഠിച്ച കാര്യമാണ്, നിങ്ങൾ ഒന്ന് ഓർക്കുക നോക്കുക. ഷിയർ സ്ട്രെസ് on a fluid element layer is directly proportional to the rate of shear strain. ഓക്കെ, ഈ റിലേഷൻ എവിടെയും പഠിച്ചോ? ടൗ പ്രൊപ്പോർഷണൽ ടു du/dy ആണ്. നമ്മളിപ്പോൾ വിസ്കോസിറ്റി പറയുമ്പോൾ റിലേറ്റ് ചെയ്തില്ലേ, എഴുതിയില്ലേ? ആ കോൺസെപ്റ്റ് തന്നെയാണ്. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് തന്നെയാണ് എന്ത് വിസ്കോസിറ്റി നമുക്ക് കിട്ടുന്നത്. അതിനെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താ പറയുന്നത്? shear stress of a fluid element layer shear stress of a fluid element layer is directly proportional to rate of shear strain. The constant of proportionality is called coefficient of viscosity. അതായത് shear stress tau proportional to എന്താണ്? റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ്, അതായത് du/dy ആണ്. ഇല്ല, ഇങ്ങനെയും പറയാം, ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നും പറയാം. കാരണം du/dy പറയുന്ന വേറെ പേരാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടാവില്ലേ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു പേരും കൂടി കിട്ടി നമുക്ക്, മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സിംപ്ലി വിസ്കോസിറ്റി എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് എന്തും കൂടി പറയാം? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്നും കൂടി പറയാം. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ചെയ്താണ് എന്ത്? വിസ്കോസിറ്റി, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. സോ വി ക്യാൻ റൈറ്റ് ടൗ ഈക്വൽ ടു മ്യൂ ഇൻറ്റു du/dy. ഇതിൽ നിന്നാണ് നമ്മൾ എന്ത്? മ്യൂ ഈക്വൽ ടു എന്താണ്? ടൗ/du/dy എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനിപ്പോൾ ഫിസിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ വരച്ച ഈ ഒരു പ്രൊഫൈൽ തന്നെയാണ്. ഇവിടെ ഇത് ഒരു ലെയർ, ഇതൊരു ലെയർ. ഈ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്ത ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയണത്? ഈ dy-യും ഇവിടെ ഉണ്ടായിരുന്ന du, റേറ്റ് ഓഫ് du/dy പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയണത്. ക്ലിയർ? ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, അത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് നോക്കുക. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഈസി ഡെഫിനിഷനാണ്. ദ ഫ്ലൂയിഡ് വിച്ച് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈസ് കോൾഡ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്.
അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എയർ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് ഒരു എക്സാമ്പിളാണ്. വാട്ടർ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഓയിൽ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിളാണ്. ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ എന്താ, പെട്രോളാണ്, അത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് ഒരു എക്സാമ്പിളാണ്. ആൽക്കഹോൾ, കിറോസിൻ, ഗ്ലിസറിൻ ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് ഒരു എക്സാമ്പിളാണ്. എന്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, ന്യൂട്ടൻ്റെ ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യുന്നത്, ഒബേ ചെയ്യുക പറഞ്ഞാൽ അനുസരിക്കുക. ഓക്കെ, ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്ലൂയിഡ് വിച്ച് ഡു നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡ് ഏതാണോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് എന്ത്, ബ്ലഡ്, നമ്മളുടെ ബ്ലഡ്, മിൽക്ക്, ഓക്കെ, പെയിൻറ്റ്, ടൂത്ത് പേസ്റ്റ്, ക്ലേ, സ്റ്റാർച്ച് സൊല്യൂഷൻ, ഇതൊക്കെയാണ് എന്ത്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിന് എക്സാമ്പിൾ. ദെൻ ഈ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡിനെ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് സ്യൂഡോ പ്ലാസ്റ്റിക്, ഡയലൻഡ്, ബിൻഹാം പ്ലാസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബിന്നിങ്ഹാം പ്ലാസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതിന് എന്താണ് ഷിയർ തിന്നിങ് ഫ്ലൂയിഡ്, ഷിയർ തിക്കനിങ് ഫ്ലൂയിഡ്, ഐഡിയൽ പ്ലാസ്റ്റിക്സ് എന്നൊക്കെ പറയും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക എന്താണെന്നുള്ളത്. നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഫ്യൂച്ചറിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്താണെന്നും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നും ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ ബ്ലഡ്, മിൽക്ക്, പെയിൻറ്റ്, ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയണം. അപ്പോൾ ഷിയർ സ്ട്രെസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. ന്യൂട്ടൻ്റെ ലോനെ ഒബേ ചെയ്യണില്ല എന്നാണ് പറയുന്നത് അല്ലേ. പെയിൻറ്റ്, ടൂത്ത് പേസ്റ്റ് ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യണ്ട ഇല്ല. നമ്മൾ എന്താണ് ടൂത്ത് പേസ്റ്റ് എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ആ ടൂത്ത് പേസ്റ്റ് പുറത്തേക്ക് വരുന്നത് അല്ലേ. കാരണം എന്താണ്, അതൊരു ജെൽ ടൈപ്പിലല്ലേ കിടക്കുന്നത് അല്ലേ, സ്മൂത്തായിട്ട് ഫ്ലോ ചെയ്യണില്ല. ക്ലിയർ? ഓക്കെ, അതാണ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതായത് നല്ല റെസിസ്റ്റൻസ് ഉണ്ടാവും, നല്ല വിസ്കസ് ആയിരിക്കും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലൂയിഡ്സ് എന്നോ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയും. പറയുമ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്, ഇങ്ങനെയാണ് ഉള്ളത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് വിച്ച് ഈസ് ഹാവിങ് നോ വിസ്കോസിറ്റി ഈസ് നോൺ ആസ് ഐഡിയൽ ഫ്ലൂയിഡ്. ഇൻകംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. കംപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ, ഒരു വാട്ടർ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ ബോട്ടിൽ എടുക്കുകയാണ്, അതിനകത്ത് നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. എത്ര വെള്ളം നമുക്ക് ഒഴിച്ച് അതിനകത്ത് നിറയ്ക്കാൻ കഴിയും? മാക്സിമം 1 ലിറ്റർ അല്ലേ പറ്റുള്ളൂ, ശരിയല്ലേ? 1 ലിറ്റർ ഓഫ് വാട്ടർ നമുക്ക് അതിൽ പറ്റുള്ളൂ. കാരണം കംപ്രസ് ചെയ്യുക, പിടിച്ച് അമർത്തി എത്ര പ്രസ് ചെയ്ത് നോക്കിയാലും നമുക്ക് 1 ലിറ്ററേ പറ്റുള്ളൂ. ഇനി അഥവാ നമ്മൾ ഒരുപാട് കംപ്രസ് ചെയ്തതിന് എന്ത് പറ്റും, ആ 1 ലിറ്ററിൽ കൂടുതലായിക്കാൻ എന്താ പറ്റുക, ബോട്ടിൽ പൊട്ടിപ്പോവും. അതല്ലേ സംഭവിക്കുള്ളൂ അല്ലേ. അതാണ് ഇൻകംപ്രസിബിൾ എന്ന് പറയുന്നത്. എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ കംപ്രസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ഏതാ, എയർ നമുക്കൊക്കെ പറ്റില്ലേ. ഇപ്പോൾ 1 ലിറ്റർ ബോട്ടിൽ എടുത്ത് നമ്മൾ എയർ നിറയ്ക്കുകയാണ്, എയർ എത്രയും വേണമെങ്കിൽ കംപ്രസ് ചെയ്ത് വെക്കാം അല്ലേ. കംപ്രസ് ചെയ്ത് എയർ ഇതാക്കുക. ഇപ്പോൾ നമ്മൾ ബലൂണിൽ എയർ ഊതി നിറയ്ക്കണ വരെ അല്ലേ. പിന്നെ ആ ബലൂണിൻ്റെ എന്താണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എയർ താങ്ങാനുള്ള ശേഷിയുണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ബേസ്റ്റ് ആവണത്. ക്ലിയർ അല്ലേ? അതോടെ നോട്ടെ. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യം ഇതാണ്, ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ, ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആണ്. ആൻഡ് വിച്ച് ഈസ് ഹാവിങ് നോ വിസ്കോസിറ്റി, ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഇല്ല. വിസ്കോസിറ്റി ഇല്ല പറഞ്ഞാൽ ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തടസ്സവും കൂടാതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഫ്ലൂയിഡിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ നാച്ചുറലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതെന്താണ്, ഒരു ഇമാജിനറി ഫ്ലൂയിഡാണ്. നമ്മൾ ഇമാജിനേഷനിലുള്ളൊരു ഫ്ലൂയിഡാണ് എന്ത്, ഈ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി അടുത്താണ് റിയൽ ഫ്ലൂയിഡ്. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡാണ്, അതൊരു ഫ്ലൂയിഡാണ് വിച്ച് പൊസസസ് സം വിസ്കോസിറ്റി, കുറച്ച് വിസ്കോസിറ്റിയൊക്കെ ഉണ്ടാവുന്ന ഫ്ലൂയിഡാണ് റിയൽ, നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന ഫ്ലൂയിഡ്. അതെന്താണ്, നമ്മുടെ ബെസ്റ്റ് എക്സാമ്പിളാണ് എന്ത്, വാട്ടർ.
വാട്ടറാണ് എന്ത് ഓൾ ഫ്ലൂയിഡ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. ഓൾ ഫ്ലൂയിഡ് എല്ലാം, നോട്ട് ഓൺലി വാട്ടർ, ജനറലായിട്ട് നമ്മൾ വാട്ടർ എന്ന് പറയാം. ഓൾ ഫ്ലൂയിഡ് നമ്മൾ കാണുന്ന എല്ലാ ഫ്ലൂയിഡും ആണ് എന്ത് റിയൽ ഫ്ലൂയിഡ്. ആക്ച്വൽ പ്രാക്ടീസിൽ കാണുന്ന ഫ്ലൂയിഡാണ് എന്ത് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ജനറൽ എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് എടുക്കാം, വാട്ടർ എന്ന് പറയാം. ഓക്കെ, അടുത്താണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, ദെൻ നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അത് നമ്മൾ പറഞ്ഞു. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൻ്റെ ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യുന്നതാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. നോൺ ന്യൂട്ടോണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യാത്ത ഫ്ലൂയിഡാണ്. അതിവിടെ നോട്ട് ചെയ്യണം. അതവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ദെൻ ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താ, എ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് മോർ ദാൻ ദ ഈൽഡ് വാല്യൂ ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ ആസ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ്. അതായത് ഷിയർ സ്ട്രെസ് ആണ് കൂടുതൽ. ഓക്കെ, ഷിയർ സ്ട്രെസ് കൂടുതലാണ്. ഷിയർ സ്ട്രെസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഷിയർ സ്ട്രെസ് കൂടുക എന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യണ ഏരിയ ഉണ്ടല്ലോ, ഏരിയ ആണ് കൂടുന്നത്. ഏരിയ കൂടുന്നു പറഞ്ഞപ്പോൾ ഒപ്പോസ് ചെയ്യാണ്, ഒപ്പോസിഷനാണ് കൂടുതൽ. അപ്പോൾ അവിടെ ഫ്ലോ നടക്കില്ല. ഒരു ഓൾമോസ്റ്റ് ഒരു എന്താണ്, ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ് അല്ല, ജെല്ലല്ല, സോളിഡ് അല്ല, സോളിഡാണെന്ന് ചോദിച്ചാൽ സോളിഡും അല്ല, സോളിഡിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റിലെത്തി. അപ്പോൾ അതിനെ നമുക്ക് ഫ്ലൂയിഡ് എന്ന് പറയാൻ പറ്റുമോ, പറ്റില്ല. അതൊഴിവില്ല. ഫുൾ ആൻഡ് ഫുൾ ഓഫ് വിസ്കോസിറ്റി അടങ്ങിയതായിരിക്കും, ഫുൾ ആൻഡ് ഫുൾ ഓഫ് റെസിസ്റ്റൻസിൽ നിൽക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഫ്ലൂയിഡിന് ഒരു ഗ്രാഫ് വെച്ച് കാണിച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഡി യു ബൈ ഡി വൈ, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് അപ്പാർട്ട് ബിറ്റ്വീൻ ദാറ്റ് ഫ്ലൂയിഡ് അല്ലേ, ഡി വൈ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്നൊക്കെ പറയും. അത് വൈ ആക്സിസിൽ നമ്മൾ ഷിയർ സ്ട്രെസ്, അതായത് ടൗ എടുത്തു. അപ്പോൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നോ വിസ്കോസിറ്റി എന്നല്ലേ പറഞ്ഞത് അല്ലേ. ഐഡിയൽ ഫ്ലൂയിഡ് നോ വിസ്കോസിറ്റി ആണ്, അതായത് സ്മൂത്തായിട്ട് അവിടെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതായിരിക്കും എക്സ് ആക്സിസ് ആയിരിക്കും. അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ടാവുമോ, ഇല്ല. ഇങ്ങോട്ട് വരുമോ, ഇല്ല. അവിടെ സ്ട്രെസ് ഇല്ല, ഒപ്പോസിഷൻ വരുന്നില്ല, തടസ്സമില്ല, വിസ്കോസിറ്റി തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ കാണുന്ന നേരെ എക്സ് ആക്സിസിൽ തന്നെയാണ് എന്ത് കിടക്കുക, ഐഡിയൽ ഫ്ലൂയിഡ് കിടക്കുക. എക്സ് ആക്സിൽ കിടക്കുക എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് എന്താവുകയാണ്, അവിടെ 0 ആവുകയാണ്. ക്ലിയർ. ദെൻ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ടൗ പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഡി യു ബൈ ഡി വൈ ആണ്. അപ്പോൾ എന്താണ്, ഒരു ലീനിയർ ആയിട്ടാണ് പോകുന്നത്. ക്ലിയർ. നോൺ ന്യൂട്ടോണിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിനെ ഒബേ ചെയ്യണില്ല. അപ്പോൾ എന്താണ്, ലീനിയർ ആയിട്ട് പോവില്ല, കുറച്ച് ഇങ്ങനെ കർവ്ഡായിട്ട് ഷിയർ സ്ട്രെസ് കൂടുകയാണ് ചെയ്യുക. ഷിയർ സ്ട്രെസ് കൂടുതലായിട്ടുണ്ടാവും. ഓക്കെ. ദെൻ ഐഡിയൽ പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഷിയർ സ്ട്രെസ് നല്ലോണമായി അല്ലേ. തുടക്കം തന്നെ എന്താണ്, അറ്റ് 0 വെലോസിറ്റി ഗ്രേഡിയനിൽ തന്നെ, അറ്റ് 0 വെലോസിറ്റി ഗ്രേഡിയൻ തന്നെ ഷിയർ സ്ട്രെസ് ഉണ്ട്. ക്ലിയർ. ആദ്യം തന്നെ ഓൾറെഡി ഒരു ഷിയർ സ്ട്രെസ് ഉണ്ട്. ആ ഷിയർ സ്ട്രെസ്സിൽ നിന്നാണ് ദെൻ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇൻക്രീസ് ചെയ്ത് പോണത്. അത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ്, ഷിയർ സ്ട്രെസ് കൂടിക്കൊണ്ട്. ഐഡിയൽ സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നോ വെലോസിറ്റി ഗ്രേഡിയൻ, വെലോസിറ്റി ഗ്രേഡിയൻ 0 ആയിരിക്കും. ഓൺലി എന്താണ്, ഷിയർ സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവും. ക്ലിയർ. ഓക്കെ. സോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഈ പഠിച്ച വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ബൈ.